ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളുടെ നോവിച്ചേട്ടനെ എനിക്കൊന്ന് കാണാൻ പറ്റിയത്. അത് നിങ്ങൾ കാരണം കേട്ടോ, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ്. അപ്പൊ അതും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ പ്രിയപ്പെട്ട ഐശ്വര്യ, നമ്മുടെ അനിയത്തിക്കുട്ടിയാണ്. ഐശ്വര്യം ഖത്തറിലോട്ട് വന്നു. ഐശ്വര്യയുടെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. ആ വിഷമം ഇപ്പോഴും ഐശ്വര്യയുടെ മുഖത്തുണ്ട്. അതുകൊണ്ട് കല്യാണത്തിന് അന്ന് പോകാൻ പറ്റില്ലായിരുന്നു. ഈ സ്റ്റാർ മാജിക് കിടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചറിയാം, ഏറ്റവും ഭയങ്കരമായിട്ട് ഈ ഗെയിം കളിക്കാൻ സ്പിരിറ്റ് കാണിക്കുന്ന ഐശ്വര്യമാണ്. ഞാനൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. സത്യം, ഞാനൊന്ന് ശരീരമാണെങ്കിൽ ഒന്നും ചെയ്യില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇരിക്കും, വല്ലതും പറയും, ബ്രേക്ക് പറയും, ഫുഡ് കഴിക്കും, വീണ്ടും വന്നിരിക്കും. ഐശ്വര്യമൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഗെയിം കളിച്ചിട്ട് കൈ ഒന്ന് കാണിക്കുമോ, അതാ ഇതുപോലത്തെ ഈ നഖം ഓരോ ഗെയിം കഴിയുമ്പോൾ ഈ രണ്ടെണ്ണം വെച്ചോടിയും. ഒരുപാട് തവണ വീണിട്ടുണ്ട്, ഒരുപാട് തവണ ലെൻസ് വെച്ചിട്ടുണ്ട്, അതൊക്കെ തെറിച്ച് പോകും. പിന്നെ കുറേ കഴിയുമ്പോൾ ഇവിടെ കൊണ്ട് തപ്പും. ഞാൻ എന്ത് പറ്റി ഐശ്വര്യ, എൻ്റെ ഒരു ലെൻസ് ഇവിടെ ഇവിടെ കേട് കേട്ടോ. അത് സത്യം. അപ്പോൾ അത് ഭയങ്കര ആത്മാർത്ഥമായിരുന്നു ഐശ്വര്യ ഈ ഗെയിം കളിക്കാനൊക്കെ. ഒരുപാട് പ്രാവശ്യം കൈക്ക് ഫ്രാക്ചറൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പൈസ ഫ്ലവേഴ്സിന് കൊടുക്കാറുണ്ടല്ലേ. അതല്ല, ഒത്തിരി വർഷം കാര്യം മെഡിക്കാൻ ഒരുപാട്. ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഐശ്വര്യ സിനിമയിൽ വന്നു. ഒരു പടത്തിൽ നായികയായിട്ടൊക്കെ അഭിനയിച്ചാണ് ഐശ്വര്യ. റിലീസായില്ലേ? സത്യം, ഞാൻ തിരുവനന്തപുരത്ത് ഒരു സീരിയലിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു പോയി. അവരെന്നെ വിളിച്ചൊന്ന് വരുമോ ഒരു സീരിയലിൽ ഒരു വേഷം തരാൻ പറഞ്ഞ് ഞാൻ ചാൻസ് ചോദിച്ചത് ഐശ്വര്യ വന്നു. ചേട്ടാ നമസ്കാരം, ഞാൻ കോമഡി ചാൻസിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ കോമഡി ചാൻസിലുണ്ടാവും. ഞാൻ ചോദിച്ചു എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ രണ്ടൊന്ന് സീരിയലിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഒരു സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഐശ്വര്യയുടെ നായകനായിട്ട് അഭിനയിച്ചത് നിങ്ങൾക്ക് അറിയായിരിക്കും, അഖിൽ കവലയൂർ എന്ന് പറയുമോ, സ്റ്റാർ മാജിക്കിൽ മോഹൻലാൽ. രണ്ടുപേരും കൂടെ അഭിനയിച്ച സിനിമയാണ്. ആ പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ. പക്ഷെ എന്തായാലും അഖിലും രക്ഷപ്പെട്ടു, ഐശ്വര്യം രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ആ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഇവരാണ് അന്ന് നിങ്ങളുടെ സിനിമയിലെ ഒരു നായികയായിട്ട്. അഖിലിനെ അവിടെ ഞാൻ കൊണ്ടിട്ട് തരാം. അപ്പോൾ എന്തായാലും താങ്ക് യു മോളെ. ഒരുപാട് നാളിന് ശേഷമാണ് ഐശ്വര്യം കാണാൻ പറ്റിയത്. ഐശ്വര്യയുടെ ഹസ്ബൻഡിനെ, അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ കാണാൻ പറ്റി. താങ്ക് യു.